അല്ല അൺഫെയർ എന്നല്ല. ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്റെ പ്രതീക്ഷക്കൊത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങില്ല. എന്റെ എന്നല്ല നമ്മൾ ആര് ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്ത് ഒരിക്കലും ബിഗ് ബോസ് മുന്നോട്ട് പോകില്ല. ബിഗ് ബോസ് ഓൾറെഡി അൺപ്രഡിക്റ്റബിൾ ആണ്. ഇത് മാറ്റി പിടിക്കുന്ന സീസണാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക, അവിടെ മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇപ്പം എൻ്റെ കൂടെയുള്ള സായി ആയിക്കോട്ടെ, നിഷാനെ ആയിക്കോട്ടെ, നന്ദൂട്ടൻ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ്? അവിടെ 100 ഡേയ്സ് നിൽക്കുക, കപ്പടിക്കുക എന്നുള്ള എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട്, നമ്മുടെ പെർഫോമൻസ്, പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം. കാരണം ഒരു ദിവസം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ എപ്പിസോഡായിരിക്കാം. ലൈവ് കമ്പാരിറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്കറിയാം എന്നെക്കാൾ കൂടുതലായിട്ട്. അപ്പം നമ്മൾ ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ അവിടെ 10-12 പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു, സായി സംസാരിക്കുന്നു, ഞങ്ങളെല്ലാം പല സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നത്. അതിൻ്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്തു വരണമെന്ന് പോലും നിർബന്ധമില്ല. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫുട്ടേജ് ആയിരിക്കും പുറത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ലക്ക് ഫാക്ടർ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ 5ലേക്ക് എത്തണം, കപ്പ് ഉയർത്തണം. പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് 58 സീസൺ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പുറത്ത് പോയി തിരിച്ചു വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു കപ്പടിക്കണം എന്നുള്ളത് അതിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ ആഗ്രഹം കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖിച്ചിരിക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ല എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സിജോയ്ക്ക് ഭയങ്കര ഫാൻ പവർ ഉള്ളതാണ്. പുറത്ത് സിജോ ഒരുപാട് അതിനകത്തുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ 4ാമത് വന്ന സിജോ എങ്ങനെ ഔട്ടായി? അതാണ് ആൾക്കാർക്ക് അറിയുന്നത്. അല്ല അങ്ങനെയല്ല, അതിപ്പോ 4ാമത് എന്നുള്ളത് നമുക്ക് അൺഒഫീഷ്യൽ അല്ലേ, ഒഫീഷ്യൽ അല്ലല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോ ഒഫീഷ്യലി ചിലപ്പോ 6ാമതോ 7ാമതോ ആയിരിക്കാം. അല്ലാണ്ട് ഇവ എനിക്ക് എന്ത് പറയാൻ പറ്റും?